Hello all, Supernotes PSC പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പരീക്ഷയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, നമുക്ക് പരീക്ഷ എപ്പോൾ പ്രതീക്ഷിക്കാമെന്നായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ പരീക്ഷയ്ക്ക്, അതായത് നമ്മൾ എങ്ങനെയാണോ ആ പരീക്ഷയുടെ കാര്യം പറഞ്ഞ് ആ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മളിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ എങ്ങനെയാണ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നമുക്ക് സാധ്യമാകാം എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലൊരു പ്രിപ്പറേഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ പരീക്ഷ നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. നോക്കിക്കൂടാ. ആദ്യം തന്നെ PSC പാറ്റേൺ മാറുന്നത് 2021 മുതലാണെന്ന് നമുക്കറിയാം. അതിന് മുമ്പുള്ള പരീക്ഷകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ 2021 തൊട്ട് PSC മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, പാറ്റേൺ മാറ്റുകയാണ്. അപ്പോൾ 2021 മുതൽ ഇങ്ങോട്ട് 24 വരെ 10th ലെവൽ, പ്ലസ് ടു ലെവലുള്ള എല്ലാ ചോദ്യ പേപ്പറുകളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. 10th ലെവൽ ഒരുപാട് പരീക്ഷ നടത്തുന്നുണ്ട്. 12th ലെവലിൽ ഇപ്പോൾ അറിയാം, നമുക്ക് CPO തന്നെ ഇപ്പോൾ എത്രണ്ണമായി, 3 CPO ആയി, 2 സിവിൽ എക്സൈസ് ഓഫീസറായി, 2 ഫയർമാനായി, 2 പിന്നെ ഫയർ വുമൺ ഉണ്ട്. ഇത്രയും പരീക്ഷകളുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, NCA ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ജനറൽ ടോപ്പിക്സിൽ ഏതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നതെന്നുള്ള നമുക്കൊരു ഐഡിയ മനസ്സിലാവും. നമുക്കറിയാം ഇതിൻ്റെ സിലബസ്, ബാക്കി 80 മാർക്കിനുള്ള സിലബസ് നമുക്കറിയാം. 80 മാർക്കിനുള്ള സിലബസിൽ ഏകദേശം 30 മാർക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ രീതിയിൽ പോവും. പിന്നെ അതിന് 20 മാർക്ക് എന്താവുന്നു, സ്പെഷ്യൽ ടോപ്പിക് ആവുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 50 മാർക്ക് ഈ പറഞ്ഞ ജനറൽ ടോപ്പിക്സ് വരുന്നു, ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർ ആണ്. ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർ 10 മാർക്കിന്, ഫോഴ്സ് പരീക്ഷയിൽ 10 മാർക്കിലാണ് കറണ്ട് അഫെയർ വരുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, 40 മാർക്കിനുള്ള ജനറൽ ടോപ്പിക്സ് വരുന്നു. ഈ 2 പാർട്ട് 50 ആവുമ്പോൾ 30 മാർക്കിന് ഇംഗ്ലീഷ്, മാത്സ്, മലയാളവും, 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സും. ഇങ്ങനെയാണ് എന്താവുന്നത് ഒരു CPO പരീക്ഷയുടെ അല്ലെങ്കിൽ 12th ലെവൽ പരീക്ഷ. നമ്മളൊരു ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സിലബസിന്റെ ബേസിക് ഔട്ട്ലൈൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ 50 മാർക്കിനുള്ള കാര്യങ്ങൾ, ഇതിൽ കറണ്ട് അഫെയർ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ബാക്കി 40 മാർക്കിൻ്റെ ഉണ്ടല്ലോ, 40 മാർക്കും പ്ലസ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉണ്ടല്ലോ, ഏകദേശം 70 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അതിനകത്ത് നിന്ന് പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് മനസ്സിലാകും, വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എസ്പെഷ്യലി നമുക്കറിയാം ഇനി ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് CPO നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോഴ്സ് ലെവൽ നോക്കുന്ന ആൾക്കാർ ബേസിക് ആയിട്ട് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2021 മുതൽ 24 വരെയുള്ള ചോദ്യ പേപ്പറിൽ ഏത് ചോദ്യം ചോദിച്ചാലും സാറേ ആ ചോദ്യം അത് ഇന്ന ചോദ്യ പേപ്പറിൽ ഇത്രാമത്തെ ചോദ്യമാണെന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾ തറവായിരിക്കണം. മനസ്സിലായില്ലേ? അത്രയും തറവായ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇനി മുന്നോട്ട് പോകുമ്പോഴും അടിപൊളിയായിട്ട് ഈ ഒരു സാധനം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2021 മുതൽ 24 വരെയുള്ള കാര്യങ്ങൾ. 2021 മുതൽ 24 വരെ, 2021 മുതൽ 24 വരെയുള്ള ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടെത്തി പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായി. നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്, പഠിത്തത്തിൽ ഉഴപ്പരുത്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മാക്സിമം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വപ്ന ജോലിക്ക് വേണ്ടി പോരാടുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, പഴയ പോലെ ഇപ്പം ഈ പറഞ്ഞ 30, 35, 40 ഒന്നും വാങ്ങിച്ചാൽ ലിസ്റ്റിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ള അവസ്ഥ വെച്ച് മാത്രമാണ് പറയുന്നത്. കാരണം 51 മാർക്ക് കട്ട് ഓഫ് വന്ന പരീക്ഷകളാണ് ഫോഴ്സ് ലെവൽ പരീക്ഷകൾ. ചില പരീക്ഷകൾ അതിനേക്കാളും മുകളിൽ പോകും. ഫയർമാനൊക്കെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് 57 മുതൽ 60, 62, 63 ഒക്കെ ഇനി വരാം. പക്ഷെ എന്താണ്, കട്ട് ഓഫ് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, വേക്കൻസികളുടെ എണ്ണമല്ല നമ്മളെ പഠിത്തത്തിന് പുറകോട്ട് വലിക്കേണ്ടത്. ഇതൊന്നുമല്ല. എനിക്ക് ഒരാളെ വിളിക്കട്ടെ, 10 പേരെ വിളിക്കട്ടെ, നമുക്കറിയണ്ട, നമുക്ക് ഒരു വേക്കൻസി പോരെ, അതിനുവേണ്ടി പഠിക്കുക. അല്ല 100 ഉണ്ടോ 200 ഉണ്ടോ, എത്ര ആൾക്കാർ എടുക്കും, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വരാനല്ല, ഞാൻ എപ്പോഴും പറയുന്നില്ല, ടോപ്പിൽ വരാൻ വേണ്ടി തന്നെ നമ്മൾ പഠിക്കണം. 100 പേരെടുക്കട്ടെ, 150 പേരെടുക്കട്ടെ, 10 പേരെടുക്കട്ടെ, 5 പേരെടുക്കട്ടെ, അതിലൊരാൾ നിങ്ങളാവണം.
ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ, അതിലൊരാൾ നിങ്ങൾ തന്നെ ആയിരിക്കുമോ, അങ്ങനെ തന്നെ സങ്കല്പിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ 40 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക്സ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, PQ നന്നായിട്ട് പഠിക്കണം. അതോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളെ കിടക്കുന്നത് 20 മാർക്കിൻ്റെ പരിപാടി ഇവിടെ കിടക്കുന്നത്. 20 മാർക്കിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതെങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറാക്സിൽ പഠിക്കണം. ബെയറാക്റ്റുകൾ വെച്ച് പഠിക്കണം. ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു പബ്ലിക്കേഷൻ്റെയും പുസ്തകങ്ങളുടെ അത് വില കുറച്ച് കാണുകയൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നിയമത്തിൻ്റെ വ്യക്തമായൊരു അതിൻ്റെ അന്തസത്തയും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സത്തയും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ബെയറാക്റ്റുകളെ പഠിക്കണം. ബെയറാക്റ്റുകൾ തന്നെ പഠിക്കണം. കാരണം ആ ബെയറാക്റ്റുകളിൽ വരുന്ന ഇല്ലസ്ട്രേഷൻസ്, എല്ലാ ഇല്ലസ്ട്രേഷൻസും ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല, മറ്റ് പബ്ലിക്കേഷൻസിൽ അങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇല്ലസ്ട്രേഷൻസ് ചിലപ്പോൾ 8ഉം 10ഉം ഇല്ലസ്ട്രേഷൻസ് കാണും. ചിലപ്പോൾ അതൊക്കെ ഒരു ബുക്കിനകത്ത് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിമിതി ഉണ്ടായിരിക്കും, അവർ ചെയ്യാത്തത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഈ അതിനെ പറ്റിയുള്ള ആ ഇല്ലസ്ട്രേഷൻസ് മൊത്തം നമ്മൾ പഠിച്ചേ പറ്റും. കാരണം പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ഇല്ലസ്ട്രേഷൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇല്ലസ്ട്രേഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ആ ഇല്ലസ്ട്രേഷൻസ് ആണ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്. ആ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബെയറാക്റ്റുകളിലേക്ക് ഇറങ്ങി വരണം. ഈ ഒരു ബെയറാക്റ്റ് വെച്ചിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഫുള്ളി എന്താണ്, ബെയറാക്റ്റ് ആണ്. BNSന്റെ ആയാലും BNSSന്റെ ആയാലും BSAയുടെ ആയാലും KP ആക്ടിൻ്റെ ആയാലും NDPSന്റെ ആയാലും പോക്സോ ആയാലും എന്തിനും IT ആക്ട് ആയാലും വിവരാവകാശമായാലും നിങ്ങൾക്ക് 8 ടോപ്പിക്സ് പഠിക്കാനുണ്ട്. 20 മാർക്ക് ഇതിൽ നിന്നാണ് വരുന്നത്. 20 മാർക്ക്. ഈ 20 മാർക്കിൻ്റെ ഇത്രയും സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ബെയറാക്റ്റിൽ നിന്നാണ് നോട്ടുകൾ തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും, സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അത്രയും സെറ്റാണെന്ന് പറയാൻ കാര്യം എന്താണ്, ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്താണോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ ഈ നിയമം പബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ആ നിയമങ്ങൾ തന്നെയാണ്. ബേസിക് ആയിട്ട് അതും ഇല്ലസ്ട്രേഷൻ ചിലപ്പോൾ മാറ്റം വരാം, പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നിയമങ്ങളിൽ ഒരു ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇല്ലസ്ട്രേഷൻസ് മാറി നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്ന കുഴപ്പമാണോ? ഒന്നുമല്ല, നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഉള്ള കാര്യം പറയാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന സംഭവം ബെയറാക്റ്റുകൾ. കാരണം 8 പുസ്തകങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പഠിത്തം ഭയങ്കര സാച്ചുറേറ്റഡ് ആയി പോകും. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. അവർ നന്നായിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിലൊരു സംശയമില്ല. പക്ഷേ നമുക്ക് ഈ 8 പുസ്തകങ്ങളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത കോപ്പി അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് ശരിക്കും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ +2 ബാച്ച് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ള ഒന്നാണ് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ. ഇതിനകത്തുള്ള ഇല്ലസ്ട്രേഷൻസ് അതിൻ്റെ ആത്മാവും ഒന്നും ചോരാതെ തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആപ്പ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഡെമോ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതാ നോക്കിയോ, 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണത്. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുന്നു, ന്യൂസ് പേപ്പറിൽ നിന്ന് പത്രവാർത്തകളിൽ നിന്നാണ്. പത്രം വായിക്കുക എന്നുള്ള ശീലവും കൂടെ നമുക്കുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഓരോ ദിവസവും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അത് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ എന്താണ്, ഇവിടെ എന്തൊക്കെ ചെയ്താലും റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് റിവിഷൻ ചെയ്യണം. അത് എപ്പോഴും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ റിപ്പീറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് മൈൻഡിൽ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും എത്രമാത്രം നമ്മളത് ഈ പറയുന്ന പോലെ റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ഈ പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്, എന്തെങ്കിലും നേട്ടങ്ങൾ, ആരുടെയെങ്കിലും മരണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മരിച്ച ആൾ എന്തിൽ ഫേമസ് ആയിരുന്നു, അയാളുടെ വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്പോട്ട് ഔട്ട് ഇപ്പം ഓസ്കാർസ് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഓസ്കാർസ് വേണം, ഗ്രാമി അവാർഡ്സ് വേണം, ഓക്കെ ആണല്ലോ. പിന്നെ എന്തെങ്കിലും പുലിസ്റ്റർ പ്രൈസസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് ആ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കിറിമുറിക്കാൻ പറ്റും. പിന്നെ കേരള സർക്കാരിൻ്റെ പദ്ധതികൾ നിങ്ങൾക്കറിയാം, പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ് നിങ്ങൾക്കറിയാം, പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്, നമ്മുടെ പഠനം എന്താവുന്നത്, പഠനം
പ്രൊഡക്റ്റീവ് ആവുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റീവായി മാറുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുക, അത്രേ ഉള്ളൂ അതിൻ്റെ. അപ്പോൾ അപ്പോഴേ നിങ്ങൾ പിള്ളേരെ നിങ്ങൾ പ്രൊഡക്റ്റീവായി കഴിഞ്ഞു. അതായത് നോക്കിയോ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അറിയാം, കോർ 30 മാർക്ക്. ഈ 30 മാർക്കിൽ ഏകദേശം നിങ്ങൾക്ക് ഇത്ര മാർക്ക്, 20 മാർക്ക്, 15 മാർക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം പഠിച്ചങ്ങ് വാങ്ങിച്ചോണം. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ 20 മാർക്കിൽ കൂടുതൽ പിടിക്കണം, 25 മാർക്കിൽ, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. അതെൻ്റെ രീതിയുമല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം മാക്സിമം പഠിക്കുക. ഞാൻ പറഞ്ഞു, ഈ 2021 മുതൽ 24 വരെയുള്ള പരീക്ഷകൾ, ഒട്ടുമിക്ക പരീക്ഷകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം LGS പരീക്ഷകളിലും 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷകളിലും മാത്രം ഇല്ല. ബാക്കിയുള്ള ജനറൽ PSC ടെക്നിക്കൽ എക്സാംസ് ഞാൻ പറയുന്നില്ല, ജനറൽ PSCയിൽ എല്ലാം തന്നെ എന്തുണ്ട്? ഈ 30 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഈ ഡിഗ്രി പ്രിലിംസ് പോലത്തെ പരീക്ഷകൾക്ക് വെയിറ്റേജ് എത്ര? 50 മാർക്കാണ്. +2 പ്രിലിംസ് പണ്ടുണ്ടായിരുന്നല്ലോ, 50 മാർക്ക് വെയിറ്റേജ് ആണ്. എത്ര? 20 മാത്സ്, 20 ഇംഗ്ലീഷ്, 10 മലയാളം, 50 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് സെറ്റാക്കുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റും. എത്ര മാർക്ക് എന്നുള്ളതല്ല, നിങ്ങൾ മാക്സിമം വാങ്ങിക്കാൻ ശ്രമിച്ചോ. നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കിന് വേണ്ട 0.33 പ്ലസ് ആവുന്നതിന് നിങ്ങൾക്ക് റാങ്ക് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്, മാക്സിമം മാർക്ക് വാങ്ങിക്കുക, മാക്സിമം മാർക്ക്. അല്ലാതെ 20 മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ സേഫാണ്, 25 മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ ഓക്കെയാണ്, 28 വാങ്ങിച്ചാൽ ഞാൻ കില്ലാടിയാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വാങ്ങിക്കാൻ തന്നെ മാക്സിമം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ടോപ്പിലെത്താം. നിങ്ങൾക്കൊരു ആദ്യത്തെ 100-നകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ജോലി കിട്ടും. ഏതൊരു ലിസ്റ്റ് നിങ്ങൾ എയിം ചെയ്യേണ്ടത് ആദ്യത്തെ 100-നകത്താണ്. പിന്നെ പോട്ടെ, ആദ്യത്തെ 50-നകത്ത്, വീണ്ടും പിടി 20-നകത്ത്, 10-നകത്ത്, അങ്ങനെ കയറി വാ. അങ്ങനെ പഠിക്കണം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഏറ്റവും അവസാനം വരാനൊന്നും പഠിച്ചാൽ ഇനിയുള്ള കാലത്ത് അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, നിങ്ങളിതാ പഠിച്ച് തുടങ്ങാൻ പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങൾ താഴെ വരാനായിട്ടല്ല പഠിക്കേണ്ടത്, നിങ്ങൾ മുകളിൽ വരാനായിട്ടാണ് പഠിക്കേണ്ടത്, 100%. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. എടാ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? പഠനം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡിസംബർ മാസം 8-ാം തീയതിയാണ് നമ്മുടെ ഫോഴ്സ് ലെവൽ ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. ഫോഴ്സ് ലെവൽ ബാച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന CPO, WCPO, CEO, WCEO, ഫയർമാൻ, ഫയർ വുമൺ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ +2 ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആകെ ഇടുന്നത് ഒറ്റ ബാച്ചാണ്. ഒരേ ഒരു ബാച്ച്, ഒരൊറ്റ ഫീ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ തസ്തികകളുടെയും സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരൊറ്റ കോഴ്സ് നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പരീക്ഷകൾക്ക്, ഏകദേശം 7ഓളം പരീക്ഷകൾക്ക് അല്ലെങ്കിൽ 8ഓളം പരീക്ഷകൾക്ക്, എത്രയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ +2 ലെവലുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ ഒരു തീരുമാനത്തിന് അത്രയും വിലയുണ്ട്. നിങ്ങളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ പഠിക്കാനെടുക്കുന്ന ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ, ഇവിടെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയാണ്. മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ വില, മറ്റൊന്നുമല്ല, ജീവിതത്തിൻ്റെ വിലയാണ്. ഈ ജീവിതത്തിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിത് മനസ്സുകൊണ്ട് അത്രയ്ക്ക് ആഗ്രഹിക്കണം. നിങ്ങൾ ആഗ്രഹിക്കണം. ഇതില്ലാതെ പറ്റില്ല, എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ പഠിക്കുക. പഠിച്ചത് മറക്കാതിരിക്കാനായിട്ട് റിവൈസ് ചെയ്യുക. നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും. അതിൽ കൂടുതൽ ജോലി ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും ഇതിനകത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനോട്ട് കാണാം. ഓക്കെ, താങ്ക് യു.